ഹലോ, വെൽക്കം ബാക്ക് ടു അനദർ ഡേ ഇൻ മൈ ലൈഫ്. ഇന്നിപ്പോൾ രാവിലെ എന്താ പരിപാടി മനസ്സിലായോ? നമ്മൾ വാഴക്കുട്ടനാണ് കേട്ടോ. എത്ര ഉണ്ടായിരുന്നുള്ളല്ലേ, നല്ല വലുതായില്ലേ. അപ്പം നമുക്കിന്നൊരു വാഴയുടെ ഇല നമുക്കിന്ന് മുറിച്ചെടുക്കാം. കാരണം നമ്മളിന്ന് അട ഉണ്ടാക്കുന്നുണ്ട്, അതും ചുട്ടടയാണ് കേട്ടോ. എൻ്റെ ഫേവറേറ്റ് ബ്രേക്ക്ഫാസ്റ്റിലൊന്നാണ് അത്. നമ്മൾ ആവിയിൽ വേവിക്കുന്നതിനേക്കാളും കുറച്ച് നല്ല മാറ്റമാണ് കേട്ടോ ശരിക്കും ഈ ചുട്ടെടുക്കുന്നത്. അപ്പം ഞാനിങ്ങനെ പറയുമായിരുന്നു, കണ്ണൻ്റെ പിറന്നാളിന് ഞാൻ ഈ വാഴയിലയും കൊണ്ട് ഒരു ട്യൂഷനെല്ലാം വെച്ചിട്ട് സദ്യയൊക്കെ തരാമെന്ന് പറയാണ് കേട്ടോ. അപ്പോൾ ചേച്ചി ഇന്ന് ശിവേച്ചി വന്നപ്പോഴേക്ക് ഇച്ചിരി ലേറ്റ് ആയിട്ടുണ്ട്. കാരണം ജിംബൂനൊന്നും സ്കൂളില്ലാത്തതുകൊണ്ട് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നല്ല വിശക്കാണ് എല്ലാവർക്കും. അപ്പം ഞാനും കൂടെ കൂടിയിട്ടുണ്ട് കേട്ടോ അട ഉണ്ടാക്കാനായിട്ട്. അങ്ങനെ അട ഉണ്ടാക്കുന്ന സീനാണിത്. ഇത് നമ്മൾ ഇടിയപ്പത്തിനേക്കാളും കുറച്ചും കൂടി ഒന്ന് എന്താ പറയുക, ഒന്നും കൂടി ഒന്ന് ലൂസാക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ തിളപ്പിച്ച വെള്ളത്തിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് നന്നായിട്ട് സോഫ്റ്റ് ആവും കേട്ടോ. ഇപ്പം തണുപ്പൊക്കെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാലും, അതായത് വൈകുന്നേരം ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാലും അത്ര ഹാർഡാവില്ല ഇങ്ങനെ സംഭവം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കേട്ടോ. കഴിഞ്ഞ പരുത്തി കഴിഞ്ഞ പിന്നീടല്ലോ ഞാൻ ആക്ച്വലി ഷുഗർ കട്ടാണ് കേട്ടോ. ഇപ്പോൾ ഒരു 2-3 വീക്സ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നുണ്ട്. ബട്ട് ശർക്കര കൊണ്ട് ഉണ്ടാക്കുന്നത് സംടൈംസ് ഞാൻ കഴിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ എനിക്ക് ഓട്സ് ആയിരുന്നു എടുക്കേണ്ടിയിരുന്നത്. പക്ഷേ ഓട്സ് നല്ല തിരക്കായിരുന്നു അടുപ്പ്. അപ്പോൾ അതെടുക്കാൻ കുറച്ച് ലേറ്റായി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ അട കഴിക്കാമെന്ന്. അപ്പോൾ മക്കൾക്കൊക്കെ ആ ചുട്ടടയാണ്. എന്താ രസമല്ലേ, അയ്യോ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ അട എന്ന് പറയുന്നത്. ആ ഒരു ടെക്സ്ചർ തന്നെ കണ്ടില്ലേ, നൈസല്ലേ. അപ്പോൾ വിനിച്ചേട്ടന് ഇന്നലത്തെ പുട്ടും 2 ഓംലെറ്റും ഒരടയും അങ്ങനെയാണ്. അപ്പോൾ വിനിച്ചേട്ടൻ ഇപ്പം രാവിലെ താഴത്തേക്ക് ഇറങ്ങി വരും, എന്നിട്ടൊരു കാപ്പി കിട്ടിക്കഴിഞ്ഞാൽ ആൾ നേരെ മേലേക്ക് പോവും. അപ്പോൾ മേലെ ഇരുന്നിട്ടാണ് ആക്ച്വലി ആളുടെ ഭക്ഷണം കഴിക്കലൊക്കെ. അപ്പം ഒരു ഒരു ഹീലിംഗ് ആണ് ആക്ച്വലി അല്ലേ. കുറച്ച് നേരം ഇങ്ങനെ പുറത്ത് ടെറസിൽ ഇങ്ങനെ ചായ കുടിച്ചിരിക്കുക. എനിക്ക് ആക്ച്വലി കണ്ണനിപ്പോൾ കുറച്ച് കുഞ്ഞായതുകൊണ്ട് ആ ഒരു സംഭവം എനിക്കിപ്പോൾ ഇങ്ങനെ മിസ് ചെയ്യുന്നുണ്ട് ആക്ച്വലി. ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഒന്ന് കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കുക അങ്ങനെയൊക്കെ. പക്ഷേ കുഴപ്പമില്ല, ഞാനത് സെറ്റാക്കും കുറച്ച് കഴിഞ്ഞിട്ട് അല്ലേ. കാരണം കുറച്ച് നേരമൊക്കെ ഞാൻ അങ്ങനെ ഇരിക്കുന്നത് വളരെയധികം ഇങ്ങനെ വെറുതെ ഇരിക്കുന്നതേ നമ്മൾ എന്താ പറയുക, ഇപ്പം ഈ ഭാഗത്തേക്കൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ പണിയെടുക്കാനൊക്കെ ആയിരിക്കും. വെറുതെ ഇരിക്കുന്ന സമയങ്ങൾ ആക്ച്വലി എനിക്ക് കിട്ടാറില്ല. കുറച്ച് നേരം എനിക്കായിട്ട് മാത്രം ഒരു തിരക്കും ഒന്നും ഇല്ലാതെയുള്ള ടൈം കിട്ടില്ല. കാരണം എപ്പോഴും ഓൾവേസ് നമ്മളെ കൂടെ മക്കളുണ്ടാവും. അപ്പം
അതൊക്കെ പോട്ടെ. നമ്മളിപ്പോൾ രാവിലെ ജിമ്മിൽ പോവുകയാണെങ്കിൽ നല്ല ലേറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ വേറൊരു സാധനം കാണിച്ചു തരട്ടെ. എൻ്റെ ഒരു കോർണറാണ്. ഞാൻ ചിഞ്ചുവിൻ്റെ വീട്ടിൽ പോയ സമയത്ത് അവൾ അവിടെ സ്വീറ്റ് പൊട്ടറ്റോ ഇങ്ങനെ മുളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ ഞാനും മേക്ക് ചെയ്താണ് കേട്ടോ. ഗൈസ്, ഇന്ന് ഞങ്ങൾക്കൊരു സാധനം കിട്ടി. കണ്ടാ? ജിംബാണ് കണ്ടുപിടിച്ച് തന്നത്. നടക്കും മുന്നിൽ നോക്കിയാ അത് ആരും മുഖം കണ്ടിട്ടില്ല കേട്ടോ. മുഖത്ത് നോക്കിയെന്താന്ന് ചേച്ചിയില്ലേ പൂച്ചയാണത്. ഞാനിവിടെ ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു. ഇവിടെ ഇവൾ അൺഹെൽത്തി ഫുഡ് കഴിക്കുന്നു. ഇത് ഫുഡെന്ന് ആര് പറഞ്ഞു? വാൾനട്ട് ഒരു കുഞ്ഞു ടേസ്റ്റ് വ്യത്യാസം കിട്ടും കഴിച്ചു. ഇവിടെ ജംബുണ്ട്. ജംബുന് മൺഡേ തൊട്ട് എക്സാം തുടങ്ങും കേട്ടോ. അപ്പം നാളെ ഒരു ഉച്ചവരെ ഉള്ളൂ. ഇന്ന് സ്റ്റഡി ലീവാണ്. നാളെ 11 മണി വരെ ഉള്ളൂ. മൺഡേ തൊട്ട് 12 മണി വരെ. അങ്ങനെ ജിംബുവിൻ്റെ സെക്കൻഡ് ഡേ അറ്റ് ജിം എന്ന് പറയാം. ആൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടോ ജിമ്മിൽ പറയുന്നത്. അപ്പൂന് അതിനേക്കാട്ടിലുമാണ്. ലാസ്റ്റ് വീക്ക് ടോസ് ഇട്ട സമയത്ത് ജിംബുവിനാണ് നറുക്ക് വീണത്. അപ്പോൾ പിന്നെ ജിംബുവിനെ കൊണ്ടുവന്നു. ഇനിയിപ്പോൾ നെക്സ്റ്റ് എല്ലാ ശനിയാഴ്ചയും ഓരോരുത്തരെ മാറി മാറി കൊണ്ടുവരാനുള്ള പ്ലാനാണ് കേട്ടോ. ആക്ച്വലി നെക്സ്റ്റ് ഇയർ ഞങ്ങളുടെ പ്ലാനാണ് ഞങ്ങൾ അമ്മയും മക്കളും കൂടെ എല്ലാവരും കൂടെ ജിമ്മിൽ വരാനായിട്ട് കേട്ടോ. അപ്പോഴേക്കും എനിക്ക് ഡ്രൈവിംഗ് സെറ്റ് ചെയ്യണം. അപ്പോഴേക്കും എൻ്റെ കണ്ണനെ ഏകദേശമൊക്കെ ഒന്ന് സെറ്റാവും. അപ്പോൾ ഞങ്ങൾക്ക് നേരത്തെ മോർണിംഗ് നമുക്ക് ജിമ്മിൽ വരാം. എനിക്ക് ആക്ച്വലി ഭയങ്കര ഇഷ്ടമാണ് നേരത്തെ വരാനായിട്ട് കേട്ടോ. പക്ഷേ എനിക്ക് കണ്ണനെ ഫീഡ് ചെയ്യണം, അങ്ങനെയൊക്കെ ഓരോ തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്കങ്ങനെ രാവിലെ വരാൻ പറ്റില്ല. പിന്നെ എനിക്ക് ഡ്രൈവിംഗ് സെറ്റായിട്ടില്ലല്ലോ. അപ്പോൾ നെക്സ്റ്റ് എൻ്റെ ബർത്ത്ഡേ, അതായത് നെക്സ്റ്റ് ഇയർ ബർത്ത്ഡേ ആകുമ്പോൾ ഈശ്വരൻ അനുഗ്രഹിക്കുകയാണെങ്കിൽ അല്ലേ, നമുക്ക് രാവിലെ ഏർലി മോർണിംഗ് അപ്പൂനെയും ജിംബുവിനെയൊക്കെ കൂട്ടിയിട്ട് ജിമ്മിലേക്ക് വരാൻ സാധിക്കട്ടെ എന്നുള്ളൊരു പ്രാർത്ഥന എനിക്കുണ്ട്, ഒരു ആഗ്രഹം എനിക്കുണ്ട്. അപ്പോൾ ദൈവം സഹായിക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ സെറ്റാവട്ടെ അല്ലേ. കാരണം നമ്മൾ മാത്രം ഫിറ്റായാൽ പോരല്ലോ, നമ്മൾ മക്കളെയും കൂടെ ഒരുമിച്ച് ഫിറ്റാക്കണം. കാരണം ജിംബൊക്കെ ദേ കുറച്ച് വലുതായി വരികയാണ്. അങ്ങനെ ഭയങ്കര ഫാറ്റി ആയിട്ടുള്ള ബോഡിയൊന്നുമല്ല ആൾക്കും. കാരണം എപ്പോഴും ഇങ്ങനെ സ്ട്രെച്ച് ചെയ്തിട്ടുള്ള ഒരു പരിപാടികളൊക്കെ ആൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എപ്പോഴും. പിന്നെ സ്കൂളിലാണെന്നുണ്ടെങ്കിൽ യോഗ അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എങ്കിൽ പോലും വർക്കൗട്ട് എന്ന് പറയുന്നത് നമ്മൾ ചെറിയ പ്രായം തൊട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നൊരു സംഭവമാണ് അല്ലേ. അങ്ങനെ അഭിപ്രായമുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്യും കേട്ടോ. അങ്ങനത്തെ എല്ലാ സൈക്ലിങ്ങിലും ഇത് ഏത് പറ്റും എന്നൊക്കെ തിരഞ്ഞ് പോയി നോക്കുകയാണ് കേട്ടോ. ആക്ച്വലി എൻ്റെ കൂടെ എല്ലാത്തിനും കൂടെ നിൽക്കുന്നുണ്ട്. ഒന്ന് ജസ്റ്റ് കണ്ടു നോക്കൂ കേട്ടോ. നേരം ജിമ്മിൽ നിൽക്കുമ്പോൾ എൻ്റെ ജിംബുവിന് വിശപ്പേ ഉണ്ടായില്ല. ജിംനാസ്റ്റിക്.
ഇങ്ങനെ കുട്ടികൾ നിങ്ങൾക്കുണ്ടോ? മുഖമൊക്കെ ഇരിക്കണത് എൻ്റെ നോക്കുന്നത്. മോയ്സ്ചറൈസർ സൺസ്ക്രീൻ മസ്റ്റാണ് വാങ്ങിക്കേണ്ടത്. എന്നിട്ട് ആർക്കും ഇടാം? വെള്ളം വേണോ? വീട്ടിൽ ആട ഉണ്ടാക്കിയിട്ടുണ്ടോ? ജിംബുവിന് വേണമെന്ന് പറഞ്ഞ് ഉണ്ടാക്കിപ്പിച്ചതാ. അടി തരട്ടെ, അടി തരട്ടെ. അതെ, ആറാട്ടുപുഴ ഉത്സവം കണ്ടതിൽ ഇരിക്കുന്നുണ്ട്. ആറാട്ടുപുഴ പൂരം. ഗൈസ്, എൻ്റെ മോള് നോക്കി ക്ഷീണിച്ച് വലഞ്ഞ് കിടന്നുറങ്ങി. ജിംബു ജിമ്മ വണ്ടി എടുക്കണ പോരോ? പേടിയില്ല. ജിംബു ധാരാ ഇരിക്കാൻ വരണ്ട. എനിക്ക് ജിംബ ഇരിക്കാൻ വരണ്ട. എനിക്ക് ചേച്ചി ഒന്ന് അങ്ങോട്ട് നീങ്ങിയിരിക്കോ ചേച്ചി? അവള് ക്ഷീണിച്ച് കിടക്കുക. ചേച്ചി എന്നാ നീങ്ങിയിരിക്കണേ. അതിന് ഇവിടെ കടകളൊന്നും ഇല്ല ജിംബോ, സീരിയസ് ആയിട്ട് പറഞ്ഞു. ബിരിയാണിയാണോ? ഞാൻ വീട്ടിൽ ചെന്നിരുന്നത് എടാ. നാളെ വെട്ടിവിളി കഴിക്കണ്ടായിരുന്നല്ലോ. സൂപ്പർ സൂപ്പർ. എന്നാ ഉണ്ടാക്കിയത്? അതല്ല, അതിന് മുന്നേ ഇവളെന്റെ ഈഗോ തൊട്ട് കളിച്ചിട്ട് അവള് പറഞ്ഞു എനിക്ക് ഉണ്ടാക്കാൻ അറിയില്ലെന്ന് ബിരിയാണി. ആൾക്കാരൊക്കെ ഈശ്വര, ഫുൾ അലങ്കോലമായിരിക്കുന്നു. ഫുൾ അലങ്കോലം. ഈ മിറർ തൂക്കിയെടുത്ത് താഴേക്ക് ഉണ്ടോന്ന് പറയുന്നത് വെരി ടാസ്കുള്ള പരിപാടിയാണ് കേട്ടോ. പക്ഷെ ഇന്നിപ്പോ നമ്മൾ തന്നെ ചെയ്യണം. ഓക്കെ, പരിപാടി തുടങ്ങാം. കണ്ണന് ഉറക്കം വരാനായി. നമുക്ക് വേഗം തന്നെ പരിപാടി തുടങ്ങാം. 2 ദിവസമായിട്ടോ സാരി ഡ്രൈപ്പിങ്ങിൻ്റെ വീഡിയോ കഴിഞ്ഞിട്ട്. സ്റ്റിൽ സംഭവങ്ങളൊക്കെ അവിടെ തന്നെയാണ്. എനിക്ക് ആക്ച്വലി അങ്ങനെ അലമ്പായി കിടന്നു കഴിഞ്ഞാൽ നമ്മൾ ആക്ച്വലി മൈൻഡ് ഫ്രസ്ട്രേറ്റഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ ചുറ്റുപാടും ക്ലീൻ അല്ല എന്നുണ്ടെങ്കിൽ എൻ്റെ മൈൻഡ് ഒന്നും കൂടെ കൂടുതൽ ഫ്രസ്ട്രേറ്റഡ് ആവും കേട്ടോ. ഞാൻ ആക്ച്വലി വിനിച്ചേട്ടൻ അങ്ങനത്തെ ഒരു മൈൻഡല്ല കേട്ടോ. വിനിച്ചേട്ടൻ ആകെ ടെൻഷൻ അടിച്ച് നടക്കുകയാണെന്നുണ്ടെങ്കിലും ഹാപ്പി ആയിട്ട് നടക്കുകയാണെന്നുണ്ടെങ്കിലും ആൾക്ക് എങ്ങനെ റൂം കിടന്നു കഴിഞ്ഞാലും നോ ഇഷ്യൂ, ഒരു കുഴപ്പമില്ല കേട്ടോ. അതും ഇതും തമ്മിൽ ഒരു അറ്റാച്ച്മെൻറ്റും വരില്ല. പക്ഷെ എനിക്ക് അങ്ങനെയല്ല. എൻ്റെ ഒരു സാരി ഡ്രൈപ്പിങ്ങിൻ്റെ കഥ കേൾക്കണോ? ഇപ്പോൾ ലാസ്റ്റ് ടൈം ഈ സാരി ഡ്രൈപ്പിങ് ചെയ്ത സമയത്ത് ഇപ്പോൾ വിനിച്ചേട്ടനാണെന്നുണ്ടെങ്കിൽ ഓഫീസിൽ വൈകുന്നേരം എന്നും പോകും കേട്ടോ. എന്നിട്ടൊരു ഈവനിങ് പോയിട്ട് രാത്രി ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ തിരിച്ചു വരും. അങ്ങനെയാണ്. അപ്പോൾ മുന്നേ ഞാൻ ഡ്രൈപ്പിങ് ചെയ്യുന്ന സമയത്ത് മക്കളെയും വിനിച്ചേട്ടനൊക്കെ താഴെ ഇറക്കും. എന്നിട്ട് ഞാൻ വേഗം പോയി ചെയ്യും. ഡേ ടൈമിൽ നമുക്ക് വീഡിയോ എടുക്കൽ നടക്കില്ല കേട്ടോ. കാരണം ഡേ ടൈമിൽ നമുക്ക് ലൈറ്റ് അങ്ങോട്ട് സെറ്റായി വരില്ല, ഒരു വാമ് കറക്റ്റ് കിട്ടില്ല കേട്ടോ, ഈ വുഡൻ ആയതുകൊണ്ട്. അപ്പോൾ രാത്രിയാണ് ഈ പരിപാടിക്ക് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ, വീഡിയോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇപ്പോൾ വിനിച്ചേട്ടനാണെങ്കിൽ പോകുന്നത് കൊണ്ട് എനിക്ക് പറ്റാത്തൊരു സീനല്ലേ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വീഡിയോ എടുക്കുമ്പം അപ്പൂനെ ഓഫീസിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു. അപ്പോൾ പിന്നെ ജിംബു മേലേക്ക് കയറി വരണ്ട എന്ന് പറയുമ്പോൾ ജിംബു മേലേക്ക് അങ്ങനെ കയറി വരില്ല കേട്ടോ. പിന്നെ നമ്മൾ മൈക്കും അങ്ങനെ യൂസ് ചെയ്യാത്തത് കൊണ്ട് താഴത്തെ നല്ല സൗണ്ടുകളൊക്കെ എൻ്റെ ലാസ്റ്റ് വീഡിയോയിൽ കണ്ണൻ്റെ കരച്ചിലൊക്കെ കറക്റ്റായിട്ട് കേൾക്കുന്നുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായെന്നറിയില്ല, പക്ഷെ അത് കേൾക്കുന്നുണ്ട് കേട്ടോ. മൈക്ക് യൂസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ സീനൊക്കെ ഉണ്ട്. അപ്പോൾ സാരി ഡ്രൈപ്പിങ്ങിന് ആക്ച്വലി എനിക്ക്
കുറച്ചൊക്കെ അത്യാവശ്യം സ്ട്രെസ്സായിട്ടാണ് ഞാൻ വീഡിയോ ഒക്കെ പലതും എടുക്കാറുള്ളത് കേട്ടോ. ശരിക്കും നമ്മൾ എല്ലാ കാണുന്ന വീഡിയോസിലും നമ്മൾ ഹാപ്പി ആയിട്ട് സംസാരിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ ബിഹൈൻഡ് സീൻ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം സ്ട്രെസ്സായിട്ടുള്ളൊരു കാര്യമൊക്കെ തന്നെയാണ്. കാരണം കണ്ണനെയൊക്കെ നിർത്തിയിട്ടാണ് ഞങ്ങൾ പോരുന്നത്. പിന്നെ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അതിൽ. പക്ഷേ ആ ഒരു വീഡിയോ നമുക്ക് നല്ല വർത്തായി നല്ല വ്യൂസ് കിട്ടുമ്പോൾ നമുക്ക് അതിനേക്ക് ആക്ച്വലി അതിലൊരു സന്തോഷം നമുക്ക് വേറെ കണ്ടെത്താം. ഓക്കെ, അപ്പോൾ ഈ സാരി ഡ്രേപ്പിങ് കഴിഞ്ഞ് പോകുമ്പോൾ കണ്ണൻ്റെ കപ്പാസിറ്റി അങ്ങ് കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. ഏകദേശം എനിക്കൊരു 45 മിനിറ്റ്സൊക്കെ എടുക്കും ഇതെല്ലാം കഴിഞ്ഞ് സെറ്റ് ചെയ്ത് ഞാൻ തിരിച്ചു പോകുമ്പോൾ. പക്ഷെ തിരിച്ചു പോണ സമയത്ത് ഇങ്ങനെ സാരിയും സേഫ്റ്റി പിൻസുകളും ഒക്കെ അവിടെ വലിച്ചെറിഞ്ഞിട്ട് ഇങ്ങനെ ഒരൊറ്റ ഓട്ടാണ് കേട്ടോ താഴത്തേക്ക്. കാരണം കണ്ണനെ അത്രയ്ക്ക് അത്യാവശ്യമായിട്ടുണ്ടായിരിക്കും പാല് കുടിക്കാനും ഒക്കെ ആയിട്ട്. അത്രയും എമർജൻസി ടൈമിലായിരിക്കും ഞാൻ താഴത്തേക്ക് ഇറങ്ങി പോകുന്നത്. അപ്പോൾ എനിക്കിതൊന്നും ക്ലീൻ ആക്കാൻ പറ്റില്ല കേട്ടോ. പക്ഷേ പിന്നെ ചേട്ടൻ എന്നോട് ഇതുവരെ കംപ്ലൈൻ്റ് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. നീ എന്താ അങ്ങനെ ചെയ്തത്, നീ എന്താ ഇങ്ങനെ ചെയ്തത്. ആൾ എല്ലാത്തിനും ആക്ച്വലി അഡ്ജസ്റ്റ് ചെയ്യും. അത് ആക്ച്വലി എനിക്ക് ഒരു ഭയങ്കര ലക്കാണ്. പക്ഷേ എന്താ പറയുക, ഞാൻ എല്ലാ സമയത്തും ആക്ച്വലി അങ്ങനെ അല്ല കേട്ടോ. എനിക്ക് ആക്ച്വലി ആൾക്ക് അത്രയും എന്തെങ്കിലുമൊക്കെ തിരക്കുണ്ടെന്നുണ്ടെങ്കിലും ഞാൻ ചില സമയത്ത് അങ്ങോട്ട് ചിലപ്പം എന്തെങ്കിലുമൊക്കെ വഴക്കുണ്ടാക്കുകയാണെന്നുണ്ടെങ്കിലും പക്ഷെ അതൊക്കെ എന്താ പറയുക അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നൊരു നല്ലൊരു മനുഷ്യനാണ് കേട്ടോ. ആക്ച്വലി ഞാൻ ഭയങ്കര ലക്കിയാണ്. ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ എത്രയോ എന്താ പറയുക ഒരു വലിയൊരു ഭാഗം താങ്ക്സ് വിൻചേട്ടനാണ് കൊടുക്കേണ്ടത്. ഓൾവേസ് ഓൾവേസ് ഓൾവേസ്. അങ്ങനത്തെ ജിമ്മിൽ നിന്ന് വന്നെങ്കിലും നമുക്ക് വെറുതെ ഇരിക്കാൻ പറ്റില്ല. നല്ല പണിയാണ്. ഷിവേച്ചിക്ക് ഇപ്പോൾ മേലെ കയറാൻ പറ്റാത്തത് കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. ടെറസാണെന്നുണ്ടെങ്കിൽ 2 ദിവസം കൂടെ ആകുമ്പോൾ അടിച്ചു വരണം. കാരണം നല്ല പൊടിയല്ലേ. അപ്പം വിനിച്ചേട്ടൻ മാത്രം പോകണമെങ്കിൽ കുഴപ്പമില്ല. ഇത് അപ്പുവൊക്കെ ഉണ്ടെങ്കിൽ എന്നല്ല, വിനിച്ചേട്ടൻ്റെ കൂടെ രാവിലെ കുറച്ച് നേരം അപ്പും ടൈം സ്പെൻഡ് ചെയ്യും. അപ്പോൾ അവിടെയൊക്കെ ആകെ പൊടിയാണെന്നുണ്ടെങ്കിൽ അപ്പുവിനൊക്കെ നല്ല പൊടിയിലൊക്കെ ഇടയ്ക്കൊക്കെ മണ്ണിൽ കളിക്കാനും അതുപോലെ ചെരുപ്പൊക്കെ ഇടാതൊക്കെ പോകാറൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പം ഇങ്ങനെ ടെറസിക്ക് പോകുമ്പോൾ തന്നെ വന്ന് കാല് കഴുകൊന്നുമില്ലല്ലോ. അപ്പോൾ ഇടയ്ക്ക് ഓരോ ചൊറിച്ചിലും കാര്യങ്ങളൊക്കെ വരാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് 2 ദിവസം കൂടുമ്പോൾ ഈ ടെറസൊക്കെ ക്ലീൻ ആക്കണം കേട്ടോ. പിന്നെ മേലൊക്കെ ക്ലീൻ ആക്കണം. അങ്ങനെ പണിയാണ് ആക്ച്വലി ജിമ്മിൽ നിന്ന് വന്നാലും. വിഷമത്ത് വരാം. ഒരാളെടുത്തിട്ട് പോന്നു, അല്ലാതെ ഇനി കഴിക്കാനായിട്ട് ടൈമില്ല. എന്ത് മുട്ടയാണത്? ധാനിയക്ക് എടുക്ക്. ധാനിയെ നോക്കിയിരിക്കുന്നു. അനിയക്കുട്ടി ശരി ടീച്ചറെ, വാ പോവാ. ബൈ. ജിംബു വാ, വണ്ടി വരും. ഗൈസ് പിന്നെ ഉണ്ടല്ലോ, ഞങ്ങളിന്നൊരു റെസിപ്പി ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. തണ്ണിമത്തൻ വെച്ചിട്ടോ. ഞങ്ങളൊന്ന് വരണ സമയത്ത് തണ്ണിമത്തൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പം ഉഷ്ണല്ലേ, തണുത്ത തണ്ണിമത്തൻ ഫ്രിഡ്ജിൽ വെച്ച് കഴിക്കാൻ അടിപൊളിയല്ലേ. പക്ഷേ ഇത് വേറെ റെസിപ്പിയാണ് കേട്ടോ. തണ്ണിമത്തൻ ഒരു നല്ല കുഞ്ഞായിട്ട് കട്ട് ചെയ്യുക. ഇപ്പം ആ ഒരു ഹാഫ് എടുത്ത് കട്ട് ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ കത്തിയും കൊണ്ട് ഇങ്ങനെ കുഞ്ഞായിട്ട് കട്ട് ചെയ്ത് കത്തിയും കൊണ്ട് ഇങ്ങനെ വരഞ്ഞു കൊടുത്തിട്ട് നന്നായിട്ട് അടിയിൽ വെച്ചിട്ട് നന്നായിട്ട് വരയുക കേട്ടോ. എന്നിട്ട് ക്രോസും ഒക്കെ ചെയ്തിട്ട് നന്നായിട്ട് കുഞ്ഞായിട്ടാക്കിയിട്ട് സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ഒരു പാത്രത്തിലേക്ക് ഇടുക. എന്നിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് സ്മാഷ് ചെയ്തോളൂ കേട്ടോ സ്പൂൺ വെച്ചിട്ട്. എന്നിട്ട് അതിലേക്ക് പാലൊഴിക്കുക, കുറച്ച് കസ്കസ് ഇടുക,
പിന്നെ പഞ്ചസാര വേണമെങ്കിൽ പഞ്ചസാര ഇടാം, അല്ലെങ്കിൽ മിൽക്ക് മെയ്ഡ് ഇടാം. ഞാൻ അങ്ങനെ കൂടുതൽ പഞ്ചസാര ഇട്ടില്ല, കുറച്ച് കൂടുതൽ തേനാണ് ഇട്ടത് കേട്ടോ. എന്നിട്ടത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വെള്ളമൊന്നും ഒഴിക്കണ്ട, പാൽ മാത്രം ഒഴിച്ചാൽ മതി കേട്ടോ. എന്നിട്ട് നമ്മളിപ്പം കണ്ടൻസ്ഡ് മിൽക്ക് ഇടുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിക്കാം. എന്നിട്ട് നമ്മളൊരു ഏകദേശം കുടിക്കാവുന്ന പരുവം അങ്ങനെ കേട്ടോ. അതിലേക്ക് വേണമെങ്കിൽ ആപ്പിൾ കട്ട് ചെയ്തിട്ടിടുക. അത് മക്കളൊക്കെ ഓടി കഴിച്ച് തുടങ്ങി കേട്ടോ. ഞാൻ എൻ്റെ റെസിപ്പി പറഞ്ഞു കഴിഞ്ഞില്ല, അവർക്കൊക്കെ നന്നായിട്ട് ഇഷ്ടമായി. ആപ്പിൾ കുഞ്ഞായിട്ട് കട്ട് ചെയ്തിട്ട് അത് വേണമെന്നുണ്ടെങ്കിൽ ഇടാം. പിന്നെ കുറച്ച് മുന്തിരി കട്ട് ചെയ്തിട്ട് അതും ഇടാം. എന്നിട്ട് പെട്ടെന്ന് തണുപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഫ്രീസറിൽ വെക്കാം. അടിപൊളിയായിട്ടോ. ജിംബുവിന് ആക്ച്വലി പാലൊന്നും ഇഷ്ടപ്പെടാത്തതാണ്, പക്ഷേ ഈ റെസിപ്പി അടിപൊളിയായിട്ട് ഇഷ്ടമായിട്ടോ. അപ്പോൾ ഇന്ന് ഞാനൊരു റൂം റീസെറ്റിംഗ് ചെയ്യാണ്. അപ്പോൾ ഇനിയിപ്പം 17-ാം തീയതി നമ്മൾ പറഞ്ഞ പോലെ തന്നെ കണ്ണൻ്റെ പിറന്നാളാണ്. അങ്ങനെ വലിയ ഗ്രാൻഡ് പരിപാടിയൊന്നുമില്ല. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ 22nd 23rd ഒക്കെ ആയിട്ട് നമ്മൾ ഓഫീസ് ഇനോഗ്രേഷൻ വരുന്നുണ്ട്. അപ്പോൾ അന്ന് ചെയ്യായിരുന്നു, അന്ന് വരുന്ന ഒരു പരിപാടി വരുന്നുണ്ട്. അപ്പോൾ അത് കുറച്ച് അത്യാവശ്യം എല്ലാവരെയൊക്കെ വിളിക്കുന്നുണ്ട്. അപ്പോൾ 17th കണ്ണൻ്റെ ബർത്ത്ഡേക്ക് വന്നിട്ട് അങ്ങനെ കുറേ ആൾക്കാരെ വിളിക്കുന്നൊന്നുമില്ല, പക്ഷേ ചിഞ്ചുവിൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് ആൾക്കാർ വരുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഇവിടെ നമ്മളെ ചേട്ടന്മാർ ചേച്ചിമാർ അങ്ങനെ മാത്രം ഒരു കുഞ്ഞ് ഫങ്ഷൻ. ലാസ്റ്റിലെ പരിപാടിയല്ലേ, നമ്മുടെ കണ്ണൻ ബേബിയുടെ ബർത്ത്ഡേ എവിടെയും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ബർത്ത്ഡേസ് ഒന്നും ആരുടെ ആഘോഷിക്കുന്നില്ല, ജസ്റ്റ് എവിടെയെങ്കിലുമൊക്കെ പോവുക, അത്രയൊക്കെ ഉള്ളൂ. അപ്പം ഞാനിങ്ങനെ വീടൊക്കെ ഇങ്ങനെ ഏകദേശമൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊണ്ടുവരികയാണ്. അപ്പം ഇന്നലത്തോടു കൂടെ ഇന്നലെ എടുത്ത വീഡിയോ ആണ് കേട്ടോ, പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇന്നലത്തോടു കൂടെ എൻ്റെ റൂം സെറ്റിംഗ് എല്ലാം കഴിഞ്ഞു, കബോർഡ്സ് എവറിത്തിങ് ക്ലീൻ ചെയ്തു. ഇതിങ്ങനെ ഞാനൊരു പില്ലോ വാങ്ങിച്ചൊരു കവറാണ് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ മക്കളുടെയൊക്കെ ഇങ്ങനെ കുഞ്ഞി ബാഗുകളൊക്കെ, നമ്മളിപ്പോൾ പുറത്ത് പോകാനായിട്ട് ഉപയോഗിക്കുന്ന ഇങ്ങനെ കുഞ്ഞു ബാഗുകളൊക്കെ ഇല്ലേ, പൗച്ചുകൾ, അങ്ങനെ സംഭവങ്ങളൊക്കെ ഞാൻ ഇതിലായിട്ട് വെക്കുക കേട്ടോ. അപ്പം നമുക്ക് പോവുകയാണെന്നുണ്ടെങ്കിലും ഈ ബാഗ് ജസ്റ്റ് ഒന്ന് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കാൻ നമുക്ക് ഈസിയാണ് കേട്ടോ. ഹലോ ഗൈസ്, ഇവിടുത്തെ കോലം കണ്ടോ? ഇത് ഞാൻ നാളായി ഇവിടുത്തെ എല്ലാം സെറ്റ് ആക്കും. നാളെ ഞാൻ ജിമ്മിലൊന്നും പോകുന്നില്ല. പക്ഷെ ബിഫോർ ദാറ്റ് എനിക്ക് ഇന്ന് ചെയ്യേണ്ട കുറച്ച് കാര്യമുണ്ട്. പാമ്പേഴ്സ് കവറിൽ നിറഞ്ഞിട്ടുണ്ട്. ഈ ഒരു കവർ നിറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് നമ്മളെ മറ്റേ വെള്ളത്തിലൊക്കെ ഇട്ട് ഡിസ്പോസ് ചെയ്യില്ലേ, ആ സംഭവം ചെയ്യാൻ പോവാണ്. അപ്പം ഇന്ന് കവർ ഏകദേശം നിറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇന്ന് തന്നെ ചെയ്യാൻ ഉദ്ദേശിച്ചത് ഇന്നൊരു വയറിളക്കം അപ്പം ഈ പാമ്പേഴ്സ് ഉണ്ട്, അപ്പം അതും കൂടി ആക്കുമ്പോൾ ഒരുമിച്ചങ്ങ് ചെയ്യാന്ന് വെച്ചിട്ടോ. അപ്പം നാളെ ഇവിടെ ഫുള്ള് സെറ്റ് ആക്കും ഗൈസ്. കണ്ണൻ്റെ ബർത്ത്ഡേ ആവാനായിട്ടോ. മാർച്ച് 17th കണ്ണൻ്റെ ബർത്ത്ഡേ. അനിയത്തിയും അച്ഛനൊക്കെ ആദ്യമായിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വരുന്നത്. അപ്പം വീടൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം. അപ്പം നാളെ കുറച്ച് ക്ലീനിങ് വ്ളോഗ് ഉണ്ടാവും കേട്ടോ. നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ, നിങ്ങളുടെ മക്കൾക്ക് ക്ലോത്ത് ഡയപ്പറാണോ അതോ ഇങ്ങനത്തെ പാമ്പേഴ്സാണോ യൂസ് ചെയ്യുന്നുള്ളത്. ഞാൻ ആക്ച്വലി കണ്ണൻ ബേബീനെ ഡെലിവറി കഴിഞ്ഞ സമയത്ത് ഡെലിവറിയുടെ മുന്നേ തന്നെ ഒരു 8 ക്ലോത്ത് ഡയപ്പർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഗൈസ്, രാത്രി ഉണ്ടല്ലോ, ഇത് 2 പ്രാവശ്യം മാറ്റണം. അതായത് നമ്മൾ രാത്രി ഒന്ന് ഇട്ട് കൊടുക്കും, അത് കഴിഞ്ഞിട്ടൊരു 1 മണി 2 മണി ആ സമയത്ത് നമ്മൾ ഒന്നുകൂടെ മാറ്റി കൊടുക്കണം. അപ്പോൾ ആക്ച്വലി എൻ്റെ സ്ലീപ്പിംഗ് സൈക്കിളൊക്കെ ഭയങ്കര ഒരു ചേഞ്ച് വരുന്നുണ്ടായിരുന്നു. കാരണം ഈ വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്യണ സമയത്ത് തന്നെ നമുക്ക് ഉറക്കങ്ങ് മതിയാവുന്നില്ല. പ്രത്യേകിച്ച് ജിമ്മിൽ പോകുമ്പോഴല്ലോ ഒരു 9 മണി 10 എങ്ങനെയായാലും 10 മണിയാവും കിടന്നുറങ്ങാനായിട്ട്. അങ്ങ് ഉറങ്ങി പോകുന്നത് നമുക്ക് പോലും അറിയില്ല കേട്ടോ. അപ്പോൾ പാവം ഇത് ക്ലോത്ത് ഡയപ്പറൊക്കെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് കുറങ്ങനെ മൂത്രമൊക്കെ ഒഴിച്ച് നനഞ്ഞ് കിടക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ എനിക്ക് ചില സമയത്ത് ഭയങ്കര വിഷമം തോന്നും. പിന്നെ ചില സമയത്ത് ഇങ്ങനെ ബെഡ്ഷീറ്റിലൊക്കെ മൂത്രം പോവും, അതായത് ഷീറ്റിൽ നിന്നൊക്കെ മാറി കിടന്നിട്ട് ബെഡ്ഷീറ്റിലേക്കാവും. അപ്പോൾ എനിക്ക് ആക്ച്വലി ഒരു കംഫർട്ട് പാമ്പേഴ്സാണ്. പക്ഷേ സംടൈംസ് ക്ലോത്ത് ഡയപ്പർ ഇട്ട് കൊടുക്കാറുണ്ട് ഇപ്പോൾ ഞാൻ. പക്ഷേ എങ്കിലും കൂടുതൽ ഇത് തന്നെയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. പിന്നെ ഇത് ഡിസ്പോസ് ചെയ്യാനായിട്ട് ഇങ്ങനെ ചെയ്യണമെന്നും ഇല്ല. പിന്നെ നമ്മൾ ഈ പെട്രോളോ ഡീസലോ അങ്ങനെ വെച്ചിട്ട് ഇത് ജസ്റ്റ് അങ്ങ് ഡയറക്റ്റ് കത്തിക്കാനും ആക്ച്വലി അടിപൊളിയാണ്. പിന്നെ ഞാൻ അങ്ങനത്തെ ഒരു പരിപാടിക്ക് നിൽക്കേണ്ടാത്തത് കൊണ്ടാണ് ഈ ഒരു വൻ ബുദ്ധിമുട്ടുള്ളൊരു പണി ചെയ്യുന്നത് കേട്ടോ. ഇത് ഡെയിലി ശരിക്കും കുറേ സ്ഥലമുള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് ഡെയിലി അപ്പം തന്നെ എടുത്ത് ക്ലീനാക്കി ഇടാം. പക്ഷേ ഇതേ എപ്പോഴും ഇങ്ങനെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ സൈഡ് ആകെ ഞാൻ വാഴയുടെ ചോട്ടിലാണ് ഇതൊക്കെ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ആകെ എന്നും അതിങ്ങനെ ആയി ഇരിക്കുമ്പോൾ നമുക്കൊരു ക്ലീനായിട്ട് ഇരിക്കുമ്പോൾ ക്ലീൻ തോന്നില്ല. കാരണം ആ കുറച്ച് സ്ഥലങ്ങളൊന്നുമില്ല നമുക്ക്. എപ്പോഴും ഇങ്ങനെ ഈ ജെല്ലവിടെ ഇങ്ങനെ കിടന്ന് കാണുമ്പോൾ ഒരു അലമ്പാണ്. അപ്പം ഞാനിപ്പോൾ വാഴയുടെ ചോട്ടിക്ക് ഇട്ട് കൊടുക്കും. ഇന്നലെ ഞാൻ ഇട്ട് കൊടുത്തു. എന്നിട്ട് അതിൻ്റെ മേലെ
കുറേ ചെടികളും ഒക്കെ സംഭവങ്ങളൊക്കെ ഇങ്ങനെ ഇലകളും ഒക്കെ കമ്പുകളൊക്കെ അവിടെ കുറച്ച് ഉണങ്ങി കിടപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ മേലെ ഇങ്ങ് ഇട്ട് കൊടുക്കും. അപ്പോൾ പിന്നെ ആ ഭാഗം അങ്ങ് മൂടി കിടന്നുള്ളല്ലോ. അപ്പോൾ അങ്ങനെ സംഭവം ഉള്ളത് കൊണ്ടാണ് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ കുറേ സ്ഥലത്തുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇത് ഡെയിലി ക്ലീൻ ആക്കി കഴിഞ്ഞാൽ സംഭവം സെറ്റാണ് കേട്ടോ. ഇല്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ പെട്രോൾ അതുപോലെ ഡീസലൊന്നും വെച്ച് കത്തിച്ച് നോക്കും. ഞാനത് ട്രൈ ചെയ്തിട്ടില്ല. ആക്ച്വലി അത് വർക്കാണ് എന്നാണ് പറഞ്ഞു വരുന്നത്. അതായത് നമ്മൾ ഉപയോഗിച്ച ആ ഒരു ഈ സംഭവം ഉണ്ടല്ലോ, പാമ്പേഴ്സ്, അതായത് നനഞ്ഞൊരു പാമ്പേഴ്സ്, ജെല്ലിയൊക്കെ നന്നായിട്ട് അബ്സോർബ് ആയിട്ടുള്ള പാമ്പേഴ്സ് ഇങ്ങനെ കത്തും എന്നാണ് പറഞ്ഞു വരുന്നത്. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല, ബട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ബട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് ഗ്ലൗസ് എന്തായാലും മസ്റ്റായിട്ടും വെയർ ചെയ്യണം കേട്ടോ. ഞാനത് എനിക്ക് ഇന്നലെ അത്രയും ടൈം ഇല്ലാത്തത് കൊണ്ട് ഞാൻ ചെയ്തതാണ്. കാരണം ഇന്ന് എനിക്ക് നല്ല പണിയുണ്ട്. അതായത് ആ ബാക്ക് സൈഡിൽ ഫുള്ള് ക്ലീൻ ആക്കണം എനിക്ക്. അപ്പോൾ ആ ഒരു പരിപാടി ഉള്ളതുകൊണ്ട് ഞാനിങ്ങനെ ഹറിബറി ആയതുകൊണ്ട് ചെയ്തതാണ് കേട്ടോ. പിന്നെ അതേ അപ്പുറത്തെ വീട്ടിൽ നെസ്തര വീട്ടിൽ നിന്ന് നോമ്പിൻ്റെ കുറച്ച് ഐറ്റംസൊക്കെ കൂടെ നിന്ന് അത് കഴിക്കുകയാണ്. ഇനി കുറച്ച് കളി വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്ക് നാളെ ഒരു ക്ലീനിങ് വ്ലോഗായിട്ട് നെക്സ്റ്റ് കാണാം. ബൈ. പിന്നെ വേറൊരു കാര്യം പറയാനുണ്ട് എനിക്ക്. ഞാൻ ഇന്നലെ എന്നല്ല, ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് രാവിലെ 4 മണിയാകുമ്പോൾ എണീറ്റിട്ടാണ് ബാക്കി ഫോണിലുള്ള റെഫറൻസ് നോക്കുന്നതും അതുപോലെ വീഡിയോ എഡിറ്റ് ചെയ്യുന്നതൊക്കെ രാവിലെ എണീറ്റിട്ടാണ് കേട്ടോ. കാരണം രാത്രി ഇപ്പോൾ പ്രത്യേകിച്ച് ജിമ്മിൽ പോകുന്നതുകൊണ്ട് ഉറക്കം നന്നായിട്ടുണ്ട് കേട്ടോ. രാത്രി വോയിസ് ഓവർ ചെയ്യാൻ കിടക്കുമ്പോൾ ഒരു 5-6 പ്രാവശ്യം മുഖത്തേക്ക് ഫോൺ വീഴും. അതോടുകൂടി ഞാൻ രാത്രി ഇപ്പോൾ നേരത്തെ കിടന്നുറങ്ങും. രാവിലെ 4 മണിയാകുമ്പോൾ എണീച്ചിട്ട് 4 to 6 മണി വരെയാണ് ഈ ഫോൺ പരിപാടികളൊക്കെ കേട്ടോ. അങ്ങനെയാണ്. പിന്നെ ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും രാവിലെ തൊട്ട് ഞാൻ 4 മണിക്ക് എണീച്ചിട്ട് ഇന്നലെ ഒരു 10 മണി 8:30 ആയപ്പോൾ ഇന്നലെ ഞാൻ കിടന്നിട്ടുണ്ട്. 8:30 മണി വരെ ഞാൻ ആകെ ഒന്ന് റെസ്റ്റ് ചെയ്തിരുന്നത് ആ സോഫയിലും മക്കളുടെ കൂടെ ഇരുന്നില്ലേ, ആ ഒരു ടൈം മാത്രമാണ് കേട്ടോ. ഇപ്പോൾ കല്യാണം കഴിയാത്ത കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ കാണുകയാണെന്നുണ്ടെങ്കിൽ വിചാരിക്കും, ഈശ്വര ഇത്രമാത്രം എഫേർട്ടാണോ ഈ കുട്ടികളെ കൊണ്ടുള്ള ജീവിതം എന്നൊക്കെ. ആക്ച്വലി എഫേർട്ടാണ്, പക്ഷെ അതൊക്കെ അതിൻ്റെ ഇടയിൽ ഹാപ്പിനെസ് നമ്മൾ കണ്ടെത്തണം. ആ ഒരു ഇതാണ് ആക്ച്വലി ഒരു ബെസ്റ്റ് ലൈഫ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പിന്നെ പ്രത്യേകിച്ച് ഞാനിപ്പോൾ ഇന്നും കൂടെ അമ്മോട് പറഞ്ഞോളൂ, അമ്മേനെ ഇപ്പം ഞാൻ വിളിക്കുന്നില്ല, ചിഞ്ചു ആണെങ്കിൽ ചിഞ്ചും വിളിക്കുന്നില്ല. കാരണം ഞങ്ങളെല്ലാവരും തിരക്കണം. അപ്പോൾ അമ്മയ്ക്കും മനസ്സിലാവും. അമ്മ പറയും മക്കൾക്ക് ഇപ്പം നമ്മളെപ്പോഴും ഏത് സമയത്തും നമ്മൾ ആവശ്യമുള്ള സമയങ്ങളാണ്. അപ്പം നമ്മളെപ്പോഴും അവരുടെ കൂടെ ഉണ്ടായിരിക്കണം. അപ്പം ഈ ഒരു ടൈം എന്ന് പറയുന്നത് ഒരു 3-4-5 മക്കൾക്ക്, ഇപ്പം ജിംബുവിൻ്റെയൊക്കെ പ്രായം എത്തുന്നത് വരെ ആക്ച്വലി മക്കൾക്ക് നമ്മളെപ്പോഴും ആവശ്യമുള്ള സമയം. അതുകൊണ്ട് ഈ ഒരു കാലം വരെ നമ്മളെപ്പോഴും ബിസി ആയിരിക്കും അല്ലേ. കണ്ണൻ